Praise the Lord. Praise the Lord. And praise the Lord. Praise the Lord. Praise the Lord. നമ്മുടെ കൂടെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചേർച്ചിലെ എൽഷദായ് മിനിസ്ട്രി ജീസസിലെ വർഷിപ്പ് സെൻറ്ററിലെ ഒരു മെമ്പറായിരിക്കുന്ന ബാബുച്ചൻ്റെ വീട്ടിലേക്കാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അങ്കിൾ, നിങ്ങളെ എനിക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒന്ന് പരിചയപ്പെടാൻ താല്പര്യമുണ്ട്, പ്ലീസ്. എൻ്റെ പേര് ബാബു. ഇതെൻ്റെ വൈഫ് റോസമ്മ, ഇതെൻ്റെ മകൻ നെൽസൺ, അതെൻ്റെ മകൾ ലവീന. ഓക്കെ. അപ്പം നിങ്ങളുടെ കുടുംബം 6 വർഷമായി നെൽസൺ ബ്രദർ 6 വർഷമായി വരാൻ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും ഫാമിലിയായിട്ട് ജീസസിലെ ചേർച്ചിൽ വരുന്നുണ്ട്. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്, എന്ത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ കുടുംബം അങ്ങനെ വരാൻ, എങ്ങനെയാണ് ചേർച്ചിനെ പറ്റി അറിയാനും ഇടയായത്? ഞങ്ങൾ 1994 കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ ഇടയായി. അതിൻ്റെ മുഖാന്തരം എന്ന് പറയുന്നത് മകനായിരുന്നു. അവന് എന്നും അസുഖങ്ങളായിരുന്നു. വിചാരിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരിടത്ത് ആരാധന കൂടണമെന്ന് ആഗ്രഹമുണ്ടായി. ഫസ്റ്റ് ദിവസം തന്നെ അവിടെ വന്ന് ആരാധന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു ആരാധന എങ്ങും കിട്ടത്തില്ലെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയാണ് ഞങ്ങൾക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അതിലുണ്ടായി. സഹോദരങ്ങളെല്ലാം അന്നേരം പിണക്കവും ഒക്കെ ഉണ്ടായി. കാരണം സ്വന്തം ചർച്ചിൽ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അപ്പോൾ അവർക്കും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. എന്നാൽ തന്നെയും കുഞ്ഞുങ്ങളെന്ന ആത്മീയമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങൾക്ക് പല സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും തക്ക സമയമാകുമ്പോൾ കർത്താവ് എല്ലാം അനുകൂലമാക്കി തരും. ഇന്ന് പുത്തൂർ ദേശത്ത് കെയർസെൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കെയർസെല്ലാണ്. അനേകരെ സുവിശേഷത്തിലൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ ചർച്ചിലേക്ക് കൊണ്ടുവരുന്നതിനും സാധിച്ചു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ ഇവിടെ വെച്ച് നടത്താൻ ഇടയായി. ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ശരിക്കും ജനങ്ങൾ വന്നു. ഇവിടെ അനേകം പേര് സൗഖ്യം പ്രാപിച്ചു. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, കർത്താവെ അനേകം പേരെ ഞങ്ങളുടെ ഈ ഭവനാങ്കണത്തിൽ വെച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് അതിനിടയാക്കി. വളരെ ഹാപ്പിയാണ്. ഇനി തുടർന്ന് ഞങ്ങൾക്ക് അതുപോലെ കൺവെൻഷൻ നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ കുടുംബമായിട്ട് വളരെ സന്തോഷം ആത്മീയമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്ററാണെങ്കിൽ ഏത് ദേശത്ത് പോയി കഴിഞ്ഞാൽ ഏത് രാജ്യത്തായിരുന്നാലും തന്നെയും ഞങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങളെ എപ്പോഴും ബന്ധപ്പെടുകയും ഞങ്ങളെപ്പോഴും അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ ബിസി ആണെങ്കിൽ തന്നെ പാസ്റ്റർ തിരിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ ആ സമയത്ത് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത്
പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കും, ആശ്വാസമാണെങ്കിൽ വചനങ്ങൾ, അങ്ങനെയും എല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ സഭയിലെ എല്ലാ മെമ്പേഴ്സും എല്ലാ വിശ്വാസികളും നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മൾ ചർച്ചിൽ ഇപ്പോൾ ടി വിയിലൊക്കെ കാണിക്കുന്ന പോലെ കുറേ സൗഖ്യങ്ങളും കുറേ വിടുതലുകളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഹീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ചർച്ചിൽ വന്നത് കഴിഞ്ഞിട്ടുള്ളൂ അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഷെയർ ചെയ്തോട്ടെ. എനിക്ക് എൻ്റെ മകൾക്കാണെങ്കിൽ ടോൺസിലൈറ്റിസിൻ്റെ അസുഖം കാരണം ഞാൻ ഡോക്ടറിക്കാൻ പോയി. അന്ന് കുഞ്ഞായിരുന്നു എൻ്റെ മകൾ. ആ സമയത്താണെങ്കിൽ ഡോക്ടറിക്ക് ചെന്ന് പോകുന്ന സമയം എനിക്ക് തൊണ്ടയ്ക്ക് ഒച്ചയടപ്പുണ്ടായിരുന്നു. ഈ മകളെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒച്ചയടപ്പുണ്ട്, എന്തെങ്കിലും ഒരു മരുന്നിന് എഴുതി തരണമെന്ന്. ഉടനെ ഡോക്ടർ പറഞ്ഞു, ശരിയാണല്ലോ, നല്ല ഒച്ചയടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്കിന് കുറിച്ച് തന്നു. ഈ മരുന്ന് ഒരാഴ്ചക്കകത്ത് കഴിച്ച് സുഖമില്ല എങ്കിൽ നിങ്ങൾ ENT കാണണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി ENT കണ്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി സുഖമായില്ല. ENT കണ്ടു കഴിഞ്ഞു. ENT പരിശോധിച്ചിട്ട് ഒരാഴ്ചയിലെ മരുന്ന് ആൻറ്റിബയോട്ടിക് ഒന്നും സുഖമില്ലെങ്കിലാണെങ്കിൽ വീണ്ടും വരണമെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് സുഖമില്ല. ഞാൻ വീണ്ടും ENT കാണാൻ ചെന്നപ്പം വായിക്കുള്ളിൽ പരിശോധിച്ചിട്ട് പറഞ്ഞു, വോക്കലിനൊടിയുള്ളിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അത് നമുക്കാണെങ്കിൽ എടുത്ത് ബയോപ്സിക്ക് അയച്ചിട്ട് റേഡിയേഷൻ തുടങ്ങാമെന്ന്. ഈ സമയം എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ എക്സ്റേ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വേറെ ഭാഗത്തൊക്കെ പോയിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ആരോടെയും പറയുന്നില്ല, ഏതായാലും മരിക്കണം, എന്നായാലും മരിക്കണം, അത് മുന്നേ ആയിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. എന്നാൽ ഡോക്ടറാണെങ്കിൽ വൈഫ് വന്ന ഉടനെ കാര്യം പറഞ്ഞു. അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് എനിക്ക് ആയിരുന്ന ചർച്ചിൽ ആ പാസ്റ്ററാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന നടത്തുകയായിരുന്നു. ആ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കണം, എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് എനിക്കൊരു നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിനുവേണ്ടി. ഉടനെ ഡോക്ടർ പറഞ്ഞു, ആ ഡോക്ടർക്ക് പോകേണ്ട, നമുക്ക് വേറെ ഡോക്ടറെ കാണാം. അങ്ങനെ ഞാൻ വേറെ ഡോക്ടറെ പോയിട്ടുണ്ട്. അവരെ കണ്ട് അവരാണെങ്കിൽ എനിക്ക് കുറച്ച് ടെസ്റ്റുകൾക്ക് കുറിച്ച് തന്നു. ഈ ടെസ്റ്റുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ഈ ഭവനത്തിൽ വെച്ച് ഒരു 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഈ സമയങ്ങളിലാണെങ്കിൽ ഞാൻ ആരുമായിട്ടും കൂടുതൽ സംസാരിക്കില്ല, കാരണം എൻ്റെ നാളുകൾ എണ്ണി ഇരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആരുമായിട്ട് സംസാരിക്കാറില്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസമാണെങ്കിൽ രാത്രി ഒരു 2 മണിയായി കാണും, ആരോ എന്നെ വിളിച്ചു പറഞ്ഞു, നീ ഭയപ്പെടുന്നത് എന്തിനാണ് മകനെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിനക്ക് രോഗങ്ങളൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആരും നല്ല ഒച്ചയിൽ ഇതേലും സംസാരിച്ചിരിക്കുന്നു. അത് പിറ്റേ ദിവസം അതേ സംഭവം, നിൻ്റെ ബ്ലഡെല്ലാം ചെക്ക് ചെയ്തു, നിനക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ട് ഓണം കഴിഞ്ഞ് 6ാമത്തെ ദിവസം എന്നെ മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് ഡോക്ടർ എഴുതി തന്നു. അവിടെ ചെന്ന് ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പരിശോധിച്ചപ്പം പറഞ്ഞു, വോക്കലിനോടുള്ള കംപ്ലൈൻ്റ് ആണ്, അത് എടുത്ത് മാറ്റിയേ പറ്റൂ, അത് മാറ്റിക്കഴിഞ്ഞാൽ സംസാരശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ വൈഫും എൻ്റെ അനിയനും ഉണ്ടായിരുന്നു കൂടെ. അവർ പറഞ്ഞു, ജീവനെങ്കിലും തിരികെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു, ശരി മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 6-ാം തീയതി, അന്നൊരു 6-ാം തീയതി ആയിരുന്നു, 7-ാം തീയതിയാണെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ നടന്നു. വോക്കലിനോടുള്ള തൊട്ടുടനെ വോക്കലിനോടുള്ള ഫുള്ളായിട്ട് പോരുന്നു. ഇത് ബയോപ്സിക്ക് അയച്ചു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റും, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതാണ്. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ചോദിച്ചു പേരൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ. പേര് പറഞ്ഞപ്പോൾ ഡോക്ടർക്കും വലിയ അതിശയമായി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കൊട്ടാരക്കരയിൽ നിന്ന് മിനി ഡോക്ടറല്ലേ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് ഈ റിസൾട്ട് കാണിക്കണമെന്ന്. അവരെ കൊണ്ട് കാണിച്ചു. അവർക്കും അത് വലിയ അതിശയമായി മാറി. 1 മാസം കഴിഞ്ഞ് മിനി ഡോക്ടർ ഇരിക്കൽ എൻ്റെ മകളെയും കൊണ്ടുപോയി. അന്നേരം എൻ്റെ ഇരിക്കുക ആ ഡോക്ടർ ചോദിക്കും, ഇയാൾക്ക് യാതൊരു കുഴപ്പവുമില്ലേ? ഞാൻ പറഞ്ഞു,
ഫസ്റ്റ് ടീച്ചേഴ്സും നമ്മുടെ ചേർച്ചുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം, ആ ഒരു ആത്മീയ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നത് നേരത്തെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ചർച്ചിൽ വന്നു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായത്, അതൊക്കെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നോക്കിയിട്ട് മറ്റു ചർച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സഭയിലെ എല്ലാവരും വളരണം. നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന സ്വഭാവമാണ് പാസ്റ്റർ. എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ അന്വേഷിക്കുകയും അവരുടെ കാര്യങ്ങളിലെല്ലാം എത്ര തിരക്കായാൽ തന്നെയും അവരുടെ എല്ലാ കാര്യങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലെല്ലാം വന്ന് ചോദിച്ചറിയുകയും അവരുടെ കാര്യങ്ങളെല്ലാം വന്ന് അന്വേഷിക്കുകയും, പാസ്റ്റർ മാത്രമല്ല കുടുംബമായിട്ട് നമ്മുടെ ജീന സിസ്റ്റർ, പിന്നെ മമ്മി, ബ്രദേഴ്സ് എല്ലാം അവരെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി സഹായമായിട്ട് ഇരുന്നിട്ടുണ്ട്. അവരൊത്തിരി സ്നേഹമുള്ളവരാണ്. പിന്നെ ഇതുപോലെ ഒരു ചർച്ച് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ആരാധനയ്ക്ക് ഏറ്റവും നല്ലൊരു ചർച്ച് എന്ന് പറയുന്നത് ഇതുപോലൊരു ചർച്ച് വേറെ ഒരിടത്തും കിട്ടത്തില്ല. അത് പിന്നെ ഏറ്റവും വിശ്വസ്തനായ ഒരു പാസ്റ്റർ അത് നമുക്ക് വളരെ സന്തോഷമാണ്. അത് മാത്രം മതിയല്ലോ, നമുക്ക് പിന്നെ എന്താ വേണം. ഓക്കെ, ബ്രദർ നെൽസൺ ആൻഡ് ലെവീന നമ്മുടെ യൂത്ത് മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ ചേർച്ചിനെ പറ്റി, ബ്രദറാണ് ആദ്യം ചേർച്ചിൽ വന്നതെന്ന് പേരൻസ് പറഞ്ഞു. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് യൂത്ത് മീറ്റിങ്ങിന് വരാനും മീറ്റിങ്ങിന് വരാനൊക്കെ സാഹചര്യം ഉണ്ടായത്? ഓക്കെ, ഞാനാണെങ്കിൽ ഈ ചർച്ചിൽ 2008 ഡിസംബറിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് ചർച്ചിൽ ആദ്യമായിട്ട് വരുന്നത്. വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന എന്താ പറയുക, എൻ്റെ വിദ്യാഭ്യാസത്തിലായാലും ഞാൻ ചെയ്യുന്ന എൻ്റെ മേഖല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഒത്തിരി ഉണ്ടായത്. പക്ഷേ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഞാൻ ആകെ ആൾ മാറിപ്പോയി ആ ചർച്ചിൽ വന്നതിന് ശേഷം. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ലെവൽ ഇന്ന് ചേഞ്ച് ആകുമായിരുന്നു. കാര്യം എനിക്ക് കിട്ടിയ നല്ലൊരു പിതാവിനെ എനിക്ക് കിട്ടിയത്. എനിക്ക് എന്ത് കാര്യവും വിജിച്ച് ഷെയർ ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല ഉപദേശങ്ങൾ തരികയും എൻ്റെ ഈ ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ലൈഫിന് ടോട്ടലി മാറി എൻ്റെ പാഷനും വലിയൊരു ഇതാണുള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്കും എനിക്ക് നല്ലൊരു ബ്രദറായിട്ട്, എനിക്ക് നല്ലൊരു സ്പിരിച്വൽ, നല്ലൊരു ഫാദറായിട്ട് ഒക്കെ എൻ്റെ പാസ്റ്റർ എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് വളരെ അനുഗ്രഹം. ഞാൻ എത്ര നന്ദി, ദൈവത്തിൽ എത്ര നന്ദി പറയാൻ മതിയാവും. ദൈവം അതുകൊണ്ടാണ് ഞാൻ മാനിച്ചിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം യൂത്ത് ക്യാമ്പിനൊക്കെ അറ്റൻഡ് ചെയ്തത്. അപ്പം നമ്മുടെ യൂത്ത് ചേർച്ചിനെ പറ്റി, യൂത്ത് ഓഫ് അഫേഷൻ ചേർച്ചിനെ പറ്റി യൂത്ത് ക്യാമ്പ് ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒന്നായിരുന്നു. ഈ ലോകത്തിൽ അനേക യൂത്ത്സ് മദ്യത്തിനും മയക്കുമരുന്നിനുമായിട്ട് അടിമപ്പെട്ടു പോകുമ്പോൾ അവിടെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഇപ്പം ആത്മീയമായും എല്ലാ രീതിയിലും കർത്താവിലോട്ട് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാണ് യൂത്ത് മീറ്റിംഗ് എന്ന് പറയുന്നത്. യൂത്ത് മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ യൂത്ത് ക്യാമ്പ് തന്നെ ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു ഒന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂത്ത് ക്യാമ്പിന് പങ്കെടുക്കുന്നത്. ആ യൂത്ത് ക്യാമ്പ് ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒന്നായിരുന്നു. അനേക മെസ്സേജസ് ആയാലും ടെസ്റ്റിമണീസ് ആയാലും പിന്നെ നല്ല ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒന്നായിരുന്നു. പിന്നെ അതിനകത്ത് ഒന്നും അതിനപ്പുറമായിട്ടൊന്നും പറയില്ല, ലോ ഇറ്റ്സ് ടു സേ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്നും ഒരു തെറ്റെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഏറ്റവും അനുഗ്രഹപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ഇത്രയും നേരം നമ്മളോട് സമയം സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ടെസ്റ്റിമണിയൊക്കെ ഷെയർ ചെയ്ത് ബാബുച്ചനും കുടുംബത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.